ഉന്നതരായ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പരിചയമുണ്ട്. വീട്ടിൽ രണ്ടുപേരെ അതിക്രമിച്ചു കയറിയെന്ന് പറഞ്ഞാൽ അവരുടനെ വരും. സുകുമാരി അമ്മയും പ്രിയങ്കയും പിടിച്ച് ഗേറ്റിന് പുറത്താക്കുകയും ചെയ്യും. പക്ഷെ അതവിടെ കൊണ്ട് നിൽക്കുവോ? എന്തിനും തയ്യാറായി നിൽക്കുന്ന സുകുമാരി അമ്മ അവളെയും കൊണ്ട് മീഡിയയുടെ അടുത്തേക്കും കോടതിയിലേക്കും പോയാലോ? ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവളും ഗർഭിണിയുമായ ഒരു പെൺകുട്ടിയായി നടു റോഡിലേക്ക് ഇറക്കിവിട്ടത് ആഘോഷിക്കില്ലേ എല്ലാവരും? നമ്മുടെ കൺമുന്നിൽ നിന്ന് വരുണിനെ പിടിച്ചോണ്ട് പോവില്ലേ? ഒന്നും ചെയ്യണ്ട. അവന്റെ കാര്യം ഓർക്കുമ്പോ ഇതെങ്ങനെങ്കിലും സഹിച്ചാ മതിയെന്ന് തോന്നും എനിക്ക്. പക്ഷെ ആരുടേതെന്ന് അറിയാത്തൊരു കുഞ്ഞ അവളുടെ വയറ്റിൽ വളരുന്നത്. അതിന്റെ പിതൃത്വം ആര് ഏറ്റെടുക്കും? രാധിക എന്ത് ചെയ്യും? എനിക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. മകനെ പോലെയല്ല, ഒരു സുഹൃത്തിനെ പോലെയാണ് ഞാൻ അവനോട് പെരുമാറിയിട്ടുള്ളത്. അടുത്ത് വിളിച്ച് ചോദിക്കാൻ പറ്റിയ കാര്യമാണോ ഇത്? അവന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റുന്നില്ല. അവന്റെ വേദനയിലൊന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. കണിമംഗലം കുടുംബത്തെ ആരോ ലക്ഷ്യം വെച്ച് എന്തോ ചെയ്യുന്ന പോലെ അടുപ്പിച്ച് കുറച്ച് മണിക്കൂറുകൾ പോലും സമാധാനമില്ലാത്ത അവസ്ഥയാ. എന്നിട്ടല്ലേ മാസങ്ങളും ദിവസങ്ങളും. അയ്യോ, എന്തു പറ്റി? ചെറിയൊരു അസ്വസ്ഥത. അയ്യോ, ഇവിടെ വന്നിരുന്നേ. ഞാൻ രാത്രിയിലത്തെ മരുന്ന് കഴിച്ചില്ല. ചിലപ്പോ അതിന്റെ ആയിരിക്കും. നീ ആ ഗുളിക എടുക്ക. നല്ല അസ്വസ്ഥത ഉണ്ടല്ലോ. നമുക്ക് പിള്ളേരെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, കുറച്ചുനേരം നോക്കട്ടെ, എന്നിട്ട് മതി. അതെ, വരുണിന്റെ കാര്യങ്ങള് വല്ലാതെ അലട്ടുന്നറിയാം. കുറച്ചു നേരമെങ്കിലും അതങ്ങ് മറന്നിട്ട് ഒന്ന് കണ്ണടച്ച് കിടക്ക്. എല്ലാം ശരിയാവും.